ഹായ് ഗായ്സ്, ഇറ്റ്സ് മീ ഫിൽമി ഷേക്ക്. അപ്പോൾ ടൊവിനോ തോമസ് അഭിനയിച്ച് അനസ് ഖാൻ ആൻഡ് അഖിൽ പോൾ എഴുതി സംവിധാനം ചെയ്ത ഐഡന്റിറ്റി കണ്ടിട്ടതേ ഇപ്പോൾ വന്നിട്ടുള്ളൂ. ഈ ടീമിൻ്റെ മുന്നത്തെ സിനിമയായ ഫോറൻസിക് എനിക്ക് അത്ര വർക്കാവാത്തൊരു പടമായിരുന്നു. എന്നിട്ടും ഈ പടത്തിൽ എനിക്ക് ചെറിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാരണം ഇതിൻ്റെ ട്രെയിലർ വാസ് അടിപൊളി ട്രെയിലറായിരുന്നു. ഇതിൻ്റെ എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായൊരു ട്രെയിലറായിരുന്നു. ആ പ്രതീക്ഷയിലാണ് ഈ പടം കാണാൻ പോയത്. ആൻഡ് ഈ പടം എന്നെ തീരെ തൃപ്തിപ്പെടുത്തിയില്ല. ഐ ആം വെരി അൺസാറ്റിസ്ഫൈഡ് ഇൻ ദിസ് മൂവി. എനിക്ക് ഒരു ത്രില്ലർ എന്ന നിലയ്ക്കോ അല്ലെങ്കിൽ ഒരു ആക്ഷൻ മൂവി എന്ന നിലയ്ക്കോ അങ്ങനെ പറഞ്ഞിട്ടാണല്ലോ ഈ സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ആ രണ്ട് തരത്തിലും എന്നിലെ പ്രേക്ഷകന് എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്, ഒരു തരത്തിലും ഒരു ഹൈ തരാത്ത അല്ലെങ്കിൽ ഒരു ആക്ഷൻ സീൻ കാണുമ്പോൾ വാവ്, ത്രില്ലിംഗ് സീൻ കാണുമ്പോൾ ഭയങ്കര ത്രില്ലടിച്ചിരിക്കുന്ന ഒരു അനുഭവം തരാത്ത ഒരു പ്ലെയിൻ ക്ലീഷേ പടം വിത്ത് ഗുഡ് മേക്കിംഗ് എന്ന് പറഞ്ഞാൽ സൂപ്പർ മേക്കിംഗ്. നമ്മൾ മലയാള സിനിമയിൽ ഇന്നേ വരെ കാണാത്ത കൈൻഡ് ഓഫ് ആക്ഷൻ സീക്വൻസ് ഒക്കെ ഉണ്ട്. ഫ്ലൈറ്റിൻ്റെ ഉള്ളിലൊക്കെ വമ്പൻ ആക്ഷൻ സീക്വൻസ് ഒക്കെ ഉള്ള അടിപൊളി ഓരോ ഫ്രെയിംസും, സിനിമാറ്റോഗ്രാഫി ആണെങ്കിലും എഡിറ്റിംഗ് ആണെങ്കിലും ടെക്നിക്കൽ ടീം എല്ലാം മൊത്തം, ലൈറ്റിംഗ് ആണെങ്കിലും കോസ്റ്റ്യൂംസ് ആണെങ്കിലും എല്ലാം പെർഫെക്റ്റ് ടോപ്പ് നോച്ച്. പ്രൊഡക്ഷൻ ക്വാളിറ്റി ഒന്നും പറയാമല്ലോ, വൺ ബഡ്ജറ്റ്. അവർ ചോദിച്ച സാധനമൊക്കെ അങ്ങോട്ട് കയ്യിൽ കൊടുത്തിട്ട് എടുത്തൊരു പടം. ബട്ട് വെൻ ഇറ്റ്സ് കം ടു ദി സ്റ്റോറി, സ്ക്രീൻ പ്ലേ, ഡയറക്ഷൻ ഒക്കെ നോക്കിയാണെങ്കിൽ പടം പോരാ എനിക്ക് തോന്നിയത്. കാരണം നമ്മൾ ഒരുപാട് കേട്ട് മടുത്തൊരു കഥ. ഈ സ്ത്രീകളുടെ ന്യൂഡ് ചിത്രീകരിച്ചിട്ട് അവരെ ഭീഷണിപ്പെടുത്തുന്ന വില്ലന്മാരുടെ കഥന എത്രാമത്തെ പ്രാവശ്യമാണ് ഇത് പറയുന്നത്? മടുത്ത് സീരിയസ്ലി ഫോർ മീ എനിക്ക് അങ്ങനെ മടുത്തുപോയി ആ സ്റ്റോറി. അതുകൊണ്ടായിരിക്കാം എനിക്ക് ഈ പടം അത്ര വർക്കാവാതെ പോയത്. നിങ്ങൾക്ക് ചിലപ്പോൾ വർക്കായേക്കാം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫോറൻസിക് എനിക്ക് അത്ര ഇഷ്ടപ്പെടാഞ്ഞിട്ട് ബാക്കി പലർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു മൂവി, ഭയങ്കര ത്രില്ലർ എന്നൊക്കെ പറഞ്ഞെടുക്കുന്ന മൂവിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടേക്കാം. പിന്നെ ഈ പടത്തിൻ്റെ പോസിറ്റീവ്സിനെ പറ്റി പറയാമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ടെക്നിക്കൽ ടീം ഒന്നും പറയല്ല, അടിപൊളി ടെക്നിക്കൽ ടീമാണ്. ഇതിൻ്റെ സൗണ്ട് ഡിസൈനിങ്, BGM എല്ലാം അടിപൊളിയാണ്. സിനിമാറ്റോഗ്രാഫി എല്ലാം എവറി ഡിപ്പാർട്ട്മെൻറ്റ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് തീരെ ഇഷ്ടപ്പെടാൻ ഇതിൻ്റെ സ്റ്റോറി ആൻഡ് മേക്കിംഗ് ഒരു തരത്തിലും നമുക്കൊരു ഹൈ തരാത്ത, ഒരു ഇമോഷണൽ കണക്ഷൻ തരാത്ത കൈൻഡ് ഓഫ് ഒരു മേക്കിംഗ്. അതാണ് എനിക്ക് ഈ പടത്തിൽ ഇഷ്ടപ്പെടാഞ്ഞത്. അതാണ് ഒരു പടത്തിൽ ഏറ്റവും കൂടുതൽ വേണ്ടത്. ബാക്കിയൊന്നും ഒത്തിരി കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിലും ആ സാധനം കിട്ടിയ പടം കയറിയില്ലേ. അപ്പോൾ പിന്നെ ഫോറൻസിക് പടത്തിലുണ്ടല്ലോ, ഒരു തുണിമ തൊട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് തുണിയുടെ പാർട്ടിക്കിൾസ് കയ്യിലൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കും. അങ്ങനെ എങ്ങനെയാണ് ഒരു ഫോറൻസിക് ടീം ഒരു കേസ് അന്വേഷിക്കുന്നത് എന്നുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ പോലെ നമുക്ക് ഇങ്ങനെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ ഈ സിനിമയിലുണ്ട്. ഇപ്പോൾ ഒരു രേഖാചിത്രം വരയ്ക്കുന്ന ആൾക്കാർ അവരെങ്ങനെയാണ് അത് വരയ്ക്കുന്നത്, അവരുടെ ഒരു വേ ഓഫ് തിങ്കിങ് എങ്ങനെയായിരിക്കും എന്നുള്ള സംഭവമൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതുവരെ എനിക്ക് ഈ സിനിമ കണ്ടപ്പോഴാണ് മനസ്സിലായത് ഇങ്ങനൊരു വിങ് ഉണ്ട്. ആ വിങ്ങിൻ്റെ സംഭവം എനിക്ക് മനസ്സിലായത് ഈ പടത്തിലൂടെയാണ്. അങ്ങനത്തെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് സംഭവങ്ങളുണ്ടെങ്കിലും പകുതി മുക്കാൽ സമയവും ഈ പടത്തിൽ ഞാൻ തീരെ എൻഗേജ്ഡ് ആയില്ല. ഇതിൻ്റെ കഥ എന്തൊക്കെയോ ആദ്യം ഇങ്ങനെ പറഞ്ഞു പോകുന്നു. പടം തുടങ്ങിയപ്പോൾ ഞാൻ രക്ഷയില്ല, ഇതൊരു തമിഴ് പടം കാണുന്ന ഒരു മൂടൊക്കെ കിട്ടി. ഇങ്ങനെ എന്തൊക്കെയോ കാണിച്ചു പോകുന്നു. പിന്നെ വേറെ ഏതൊക്കെയോ കഥ പറയുന്നത്. എനിക്ക് തീരെ റീഡ് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല ഈ മൂവി. എൻ്റെ പ്രശ്നമായേക്കാം. ഒരു കണക്ഷനും കിട്ടുന്നില്ല. പിന്നെ ചില സമയത്തൊക്കെ എന്താ ബി ഉണ്ണികൃഷ്ണൻ്റെ സിനിമയാണോ കണ്ടുപോകുന്നത്, അങ്ങനൊരു ഫീലും വന്നു. അതേപോലത്തെ കഥാപാത്രങ്ങളും അതേപോലത്തെ ഡയലോഗുകളും. ഓക്കെ, അപ്പം ഇനി ഇതിൻ്റെ ആക്ടേഴ്സിനെ പറ്റി പറയാമെന്നുണ്ടെങ്കിൽ ടൊവിനോ ആസ് യൂഷ്വൽ മൂപ്പരുടേതായ രീതിയിൽ ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി എന്നൊന്നല്ല പറയും, മൂപ്പരുടേതായ രീതിയിൽ എങ്ങനെയാവും ആ ക്യാരക്ടറായ അത് അടിപൊളി, കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഷമ്മി തിലകൻ അടിപൊളിയായിട്ടുണ്ട്. ഷമ്മി തിലകൻ ചില സമയത്ത് കാണുമ്പോൾ തിലകൻ്റെ പോലെ തന്നെ തോന്നുന്നുണ്ട്. പിന്നെ ഈ പടത്തിലെ ചില സയൻറ്റിഫിക് ടേംസൊക്കെ ഈ ഇപ്പോൾ തിലകൻ സാറൊക്കെ പറയുമ്പോൾ നമുക്ക് ഉണ്ടാവില്ലേ ഒരു സംഭവം കിട്ടുമല്ലോ, ഒരു ഇമ്പാക്റ്റ്, ആ സാധനം കിട്ടിയിട്ടുണ്ട്. അത് ഈ പടത്തിന് ഒരുപാട് ബെനിഫിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ തൃശ്യാണ് ഇതിലെ നായിക. തൃശ്ശനെ പറ്റി പറയാമെന്നുണ്ടെങ്കിൽ തൃശ്ശ നന്നായി ചെയ്തിട്ടുണ്ട്. ബട്ട് ഷീസ് എ മലയാളി അല്ല, ഒരു മലയാള പടമാണ്. അപ്പോൾ ഇതിൻ്റെ ഡബ്ബിങ് ഒരു ഭയങ്കര ഒരു ലിപ്സിങ്ക് ഇല്ലാത്ത പോലെ തോന്നി. അത് പിന്നെ ചിലപ്പോൾ ഇവർ ഒരു തമിഴ്നാട്ടിലൊക്കെ ഒരു വൈഡ് റീച്ചിന് വേണ്ടിയിട്ട് ചെയ്തതായിരിക്കാം തൃശ്ശ എന്നുള്ള കാസ്റ്റിംഗ്. അല്ലെങ്കിൽ ഇപ്പോൾ ഇത് മമത മോഹൻദാസ്, ചിലപ്പോൾ ഫോറൻസിക്കിൽ മമതേനെ ഒന്ന് മാറ്റി പിടിക്കാൻ വേണ്ടി പിടിച്ചാവും. അപ്പോൾ ചെയ്തിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ലാതെ വരുമായിരുന്നു. പിന്നെ ബാക്കി എല്ലാവരും, അർച്ചന കവിയുണ്ട്, അജു വർഗീസ് നന്നായി അഭിനയിച്ചിട്ടുണ്ട്. ബട്ട് ഒരു മണ്ടൻ ക്യാരക്ടർ, ഒരു മണ്ടൻ പോലീസ്, മണ്ടെന്ന് വെച്ചാൽ ആന മണ്ടൻ.
മൂപ്പര ഇടയ്ക്ക് പറയുന്ന ഡയലോഗ്സ് ഒക്കെ ഇതൊരു പോലീസ് പറയുമോ എന്ന് വരെ നമുക്ക് തോന്നി. അത്ര ഇമ്മച്വർ ആൻഡ് അമ്മച്വർ ആയിട്ടുള്ള ഒരു ഡയലോഗ്സ്, തല്ലിപോലെ ഡയലോഗ്സ്. എന്താ, ഒരു വൻ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരാൾ വന്നിട്ട്, സാർ നമുക്കൊരു രേഖാചിത്രം വരപ്പിച്ചാൽ, അപ്പം ഇയാൾ പറയുന്നു, ഓ ഒരു രേഖാചിത്രം വരച്ചതിൻ്റെ കേട് ഇതുവരെ മാറിയിട്ടില്ല. സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെയൊക്കെ കുറേ തല്ലിപ്പൊളി ഡയലോഗ്സും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്ന പടം. മണ്ട പോലീസ് എന്ന് പറയാനുള്ള കാരണം, ഒരു സ്ഥലത്ത് നിന്ന് ഒരാളുടെ ഒരു സംഭവം കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മളൊന്ന് റീഡ് ചെയ്ത് നോക്കണ്ടേ. അതുപോലും ചെയ്യാത്തൊരു മണ്ടൻ. അങ്ങനെ ഒരു പോലീസ്, അതിനുള്ള അയാൾക്ക് കിട്ടുകയും ചെയ്യുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ പടം കണ്ടാൽ മനസ്സിലാവും. പിന്നെ ഈ പടത്തിനെ പറ്റി ഇനി ടോട്ടാലിറ്റി പറയാന്നുണ്ടെങ്കിൽ, നല്ല ക്വാളിറ്റിയിൽ മേക്ക് ചെയ്ത ത്രില്ലർ എന്ന് പറഞ്ഞ് പുറത്തിറങ്ങിയ ഒരു പരിപ്പട ത്രില്ലർ ഫോർ മീ. പരിപ്പട എന്ന് പറയാൻ പറ്റും, ഒരു നഗറ്റ്സ് ത്രില്ലർ. നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. സൂപ്പർ, നല്ല ക്രിസ്പി, നല്ല എഡ്ജസൊക്കെ നോക്കിയിട്ട് ഷേപ്പിലൊക്കെ ഇങ്ങനെ മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഒരു ഫീൽ എനിക്ക് പേഴ്സണലി തന്നില്ല ഈ പടം. അപ്പോൾ ഇതാണ് എൻ്റെ റിവ്യൂ. എനിക്കിതൊരു അൺസാറ്റിസ്ഫൈഡ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു തരത്തിലും എന്നിലെ പ്രേക്ഷകനെ തൃപ്തിപ്പെടുത്താത്ത ഒരു എക്സ്പീരിയൻസ്. ചുമ്മാ ഇങ്ങനെ കണ്ടിരിക്കാം കേട്ടോ, ഏജൊക്കെ കൊണ്ടിട്ട് നല്ല ഫ്രെയിംസ് ഇങ്ങനെ കണ്ട്, വമ്പൻ ആക്ഷൻ സീൻസൊക്കെ ഉണ്ട്. പക്ഷെ ഒന്നിനൊരു ഇമ്പാക്റ്റ് ഇരുന്നില്ല എന്നേ. ടോവിനോ വൻ മാസ് സാധനങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് ടോവിനോനെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ വർക്കാവുന്നില്ല സാധനം. അത് മേക്കിങ്ങിൻ്റെ പ്രശ്നമാണെന്ന് തോന്നുന്നത്. അപ്പോൾ ഇത് എൻ്റെ മാത്രം പേഴ്സണലായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തതാണ്. ഇത് കണ്ടിട്ട് നിങ്ങൾ ഈ പടം കാണാനോ കാണാതിരിക്കാനോ നിൽക്കണ്ട. നിങ്ങൾക്ക് തോന്നിയാൽ ഈ പടം പോയി കാണുക. കാരണം ഓരോരുത്തരുടെ പേഴ്സ്പെക്റ്റീവ് ഡിഫറെൻ്റ് ആണ്. ഫോറൻസിക് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു, അത് ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ കണ്ട് വിലയിരുത്തുക. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞെന്ന് മാത്രം. ഓക്കെ, ബൈ. എങ്ങനെ നോക്കിയാലും എനിക്ക് ഈ പടം അത്ര സാറ്റിസ്ഫൈഡ് അല്ല. ബൈ.